ചെറിയ ഷോപ്പുള്ള അധിക പേർക്കുള്ള ആഗ്രഹമാണ് അവരുടെ സെയിൽ വർദ്ധിപ്പിക്കണം, ആ ബിസിനസ് വളർത്തണമെന്നുള്ളത്. പക്ഷേ എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള അറിവ് ഇവർക്കില്ല. അധിക പേർക്കും, കുറേ പേർക്കൊക്കെ കാര്യങ്ങൾ അറിയാം, എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കാത്തവരാണ് അധിക ആളുകൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്മോൾ ഷോപ്പുള്ളവർക്ക് അവരുടെ ബിസിനസ് എങ്ങനെ വളർത്താം, എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം, എങ്ങനെ അവരുടെ ഇൻകം കൂട്ടുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം വരും എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം. നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ പോസിറ്റീവായിട്ടുള്ളൊരു റിട്ടേൺ വരണം, സെയിലിൻ്റെ രൂപത്തിൽ വന്നാലാണ് നമ്മളുടെ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ സെയിലിലേക്ക് ലീഡ് ചെയ്യുന്ന ആക്ടിവിറ്റികളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ഇന്ന വരെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആകാത്ത പുതിയ വിഭാഗം ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. രണ്ടാമതായിട്ട് നിലവിലുള്ള കസ്റ്റമേഴ്സ്, നിങ്ങൾ ഓൾറെഡി നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാൻ പഠിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് വളരുന്നത്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത്, കാശ് കൊണ്ടുവരുന്നത് രണ്ട് ആക്ടിവിറ്റികളാണ്. ഒന്ന് മാർക്കറ്റിംഗ്, രണ്ട് സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ നമ്മളിലേക്ക് എത്തിക്കുക, അതാണ് മാർക്കറ്റിംഗ്. ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് എടുപ്പിക്കുക, അതാണ് സെയിൽസ്. ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ഇതിൽ ഫോക്കസ് കൊടുക്കാതെ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കി, വലിയ മാറ്റമൊന്നും അവിടെ സംഭവിക്കാൻ പോണില്ല. പുതിയൊരു ഫർണിച്ചർ വാങ്ങിച്ചു, നിങ്ങൾ പുതിയൊരു വാഹനം വാങ്ങിച്ചു, ഷോപ്പിൻ്റെ ബോർഡിൻ്റെ കളർ നീല കളറായിരുന്നത് മാറ്റി പച്ച കളർ അടിച്ചു, ഇതുകൊണ്ടൊന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോണില്ല. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക്, എൻ്റെ ഷോപ്പിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. ഇന്ന് വരെ നിങ്ങളുടെ കസ്റ്റമർ ആകാത്ത ആളുകൾ, കസ്റ്റമേഴ്സ് ഇത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കണം. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറയും. ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു കനാൽ സങ്കല്പിച്ചാൽ മതി. ആ കനാലിൽ ഒഴുക്കുണ്ടായിരിക്കണം. ആ ഒഴുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടിയിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരാൻ നേരത്ത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾക്കത് കണ്ടിന്യൂസ് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചേക്കാം, അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഏത് ബിസിനസ്സിലും. പക്ഷേ ഒരു ഫ്ലോ, ആ കറക്റ്റ് ഫ്ലോ നിൽക്കാതെ വരണം. കനാലിൻ്റെ അകത്തെ വെള്ളത്തിൽ അതിൻ്റെ അളവിൽ കുറവ് സംഭവിച്ചേക്കാം, പക്ഷേ സ്റ്റിൽ ആ ഫ്ലോ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും നിങ്ങളുടെ ഇൻകം ഇരിക്കുന്നത്, നിങ്ങളുടെ ഷോപ്പിൻ്റെ വളർച്ച ഇരിക്കുന്നത് ശരിക്കും ഇവിടെയാണ്. ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഷോപ്പിൻ്റെ അകത്ത് കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് കൊറിയറെല്ലാം അയച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ദൂരെയുള്ള കസ്റ്റമേഴ്സിനെ, നിങ്ങളുടെ ഷോപ്പ് തിരുവനന്തപുരത്തായിരിക്കാം, കസ്റ്റമേഴ്സിനെ കോഴിക്കോട് നിന്ന് കിട്ടും. നിങ്ങളുടെ ഷോപ്പ് എറണാകുളത്തായിരിക്കാം, കസ്റ്റമറെ ചിലപ്പോൾ കാസർഗോഡ് നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ദൂരെയുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പലരും ഇതിലേക്ക് ഇന്നവരെ ഇറങ്ങിയിട്ടില്ല. പ്രോപ്പറായിട്ട് എങ്ങനെ ആക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണമെന്നറിയില്ല. ഇനി രണ്ടാമത്തെ സെക്ഷൻ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നത് രണ്ട് കാര്യങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. സെയിൽസ്, ഇവിടെയാണ് പലർക്കും ഫാൾട്ട് പറ്റുന്നത്. കുറേ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആളെ കൊണ്ടുവരാൻ അറിയാം, പക്ഷേ അവരെ കൊണ്ട് എടുപ്പിക്കാൻ അറിയില്ല. എങ്ങനെ കൂടുതൽ സെയിൽ നടക്കും, അതിന് നിങ്ങൾ കുറേ സെയിൽസ് ടെക്നിക്കുകളും കാര്യങ്ങളും, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഓഫറുകൾ കൊടുക്കാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഷോപ്പ് ഓണേഴ്സ് വരുത്തുന്ന വലിയൊരു മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫറൊക്കെ അവർ കൊടുക്കും, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഡെഡ് ലൈൻ ഉണ്ടാകില്ല. ഈ ഓഫർ ഇന്ന ദിവസം അവസാനിക്കും എന്ന ഡെഡ് ലൈൻ ഇല്ലാതെയാണ് പലരും നോട്ടീസുകളൊക്കെ അടിച്ച് അവരുടെ ഷോപ്പിലെ ഓഫറുകൾ കൊടുക്കുന്നത്. നല്ല ഓഫറുകളൊക്കെ കണ്ട ആളുകൾ വരും, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ അർജൻസി ഉണ്ടാവില്ല. കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു അർജൻസി ഉണ്ടാവില്ല. ഞങ്ങൾ ഇന്നൊരു ഓഫർ നൽകിയാണ്, ഇന്ന ഫെസ്റ്റിവൽ, ഇന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്ര ദിവസത്തേക്ക് ഒരു ഓഫർ നൽകുന്നു എന്ന് പറയുമ്പോഴാണ്, അത് ഏത് ദിവസം എൻ്റെ ആവുമെന്ന് പറയുമ്പോഴാണ് കസ്റ്റമറിൽ ഒരു അർജൻസി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില ഷോപ്പ് ഓണേഴ്സൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഷോപ്പിൽ 365 ദിവസവും ഓഫറുള്ള ഷോപ്പാണെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത് നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
വലിയൊരു അബദ്ധമാണത്. നിങ്ങൾ ചെയ്യാതിരിക്കും. 365 ദിവസം ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫറില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കസ്റ്റമർ ചിന്തിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്തിനും ഇപ്പോൾ പോയി വാങ്ങണം, 2 ആഴ്ച കഴിയട്ടെ, സാലറി കിട്ടുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന ആളുടെ കല്യാണം വരുമ്പോൾ ആകട്ടെ, അങ്ങനെ അവരിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ആഴ്ച കഴിയാൻ നേരത്തെ അവർ മറന്നു പോകും. നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്താ, നമ്മളുടെ ഇൻട്രസ്റ്റ് പോയി അതിനോടുള്ളത്. അതുകൊണ്ടാണ് ഇവരെല്ലാം പ്രോപ്പറായിട്ട് ഡെഡ് ലൈൻ കൊടുക്കുന്നത്. 365 ദിവസം ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ടീസ് അടിക്കരുത്, നിങ്ങൾ പരസ്യം കൊടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ മണ്ടത്തരാണത്. ഒരു സ്പെഷ്യൽനെസ് നഷ്ടപ്പെടുകയാണ്. കസ്റ്റമറിൽ അർജൻസി ഉണ്ടാവില്ല. ഇന്ന് കിട്ടേണ്ട സെയിൽ കുറേ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് നഷ്ടമാവാൻ നേരത്ത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് മാത്രമാണ് ഓഫറുകൾ കൊടുക്കാവുള്ളൂ. എന്നത് അവസാനിക്കുമെന്ന് കൃത്യമായിട്ട് പറയണം. ഇനി ഓഫറുകൾ കൊടുക്കാൻ നേരത്ത് ഇപ്പോൾ ക്ലോത്തിങ് സ്റ്റോർ ആവട്ടെ എന്താവട്ടെ, നമ്മളുടെ അടുത്ത് അൺലിമിറ്റഡ് സ്റ്റോക്കൊന്നുമില്ല. അപ്പോൾ ഇത്ര പീസ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് പറയണം. 2 ഗുണമാണ് അതുകൊണ്ടുള്ളത്. നിങ്ങളുടെ ഷോപ്പ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ഇത്ര യൂണിറ്റ് മാത്രമേ ഞങ്ങളുടെ അടുത്ത് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആദ്യം വരുന്ന 15 പേർക്ക്, ആദ്യം വരുന്ന 25 പേർക്ക്, ആദ്യം വരുന്ന 50 പേർക്ക്, ഇത് പറയുമ്പോൾ ഇതിങ്ങനെ തുറന്ന് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, കസ്റ്റമർ വരാൻ നേരത്ത് നിങ്ങൾ പരസ്യത്തിൽ കൊടുത്തത് അല്ലെങ്കിൽ നോട്ടീസിൽ കൊടുത്തത് ഇന്ന പ്രൊഡക്റ്റിന് ഇത്ര രൂപ എന്നാണല്ലോ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് വില കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പറയാനൊരു മറുപടി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ നോട്ടീസിൽ കൊടുത്തേക്കണം എന്താണ്, ഈ പ്രൊഡക്റ്റ് ഇന്ന കടയിൽ ഇത്ര രൂപയ്ക്ക് കിട്ടും. പക്ഷെ അത് വെറും 15 എണ്ണം മാത്രമേ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കസ്റ്റമർ പിന്നെ ആ ഷോപ്പിലേക്ക് വരില്ല. നിങ്ങളോടുള്ളൊരു ട്രസ്റ്റ് അവിടെ നഷ്ടമാവേണം. എന്നാൽ 15 എണ്ണേ ഉള്ളൂ എന്ന് പറയാൻ നേരത്ത് അവിടെ ഒരു ട്രസ്റ്റിൻ്റെ ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറിൽ ഒരു അർജൻസിയും അവിടെ ഉണ്ടായിരിക്കും. കാരണം പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ആ 15 എണ്ണം സ്റ്റോക്ക് ഔട്ടായി പോയാലോ. അപ്പം നിങ്ങൾക്ക് പറയാനൊരു ന്യായമുണ്ട് അവിടെ. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഓഫറൊക്കെ സെറ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം. പലരും മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്, പക്ഷെ അവ എടുപ്പിക്കാൻ അറിയില്ല. അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ ഭാഗത്തും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും പ്രോപ്പറായിട്ട് വരുമ്പോഴാണ് നമുക്ക് സെയിൽ കൂടുതൽ ലഭിക്കുന്നത്. നിലവിലുള്ളതിനേക്കാൾ സെയിൽ കൂടുതലായിട്ട് ലഭിക്കുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല കലാപരിപാടികളിലുമാണ് പല സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് വളരുന്നില്ല, സ്റ്റാഗ്നേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ളത് പോലെയൊക്കെ തന്നെ, കൂടിയോയെന്ന് ചോദിച്ചാൽ കൂടിയിട്ടില്ല, എന്നാൽ പൊളിഞ്ഞോയെന്ന് ചോദിച്ചാൽ പൊളിഞ്ഞിട്ടും ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളർച്ച അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല. വളർച്ച കൈവരിക്കണമെങ്കിൽ പുതിയ വിഭാഗം, കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ഒന്നാമതായിട്ട് മനസ്സിൽ വെക്കേണ്ടതാണ്. തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. പ്ലസ് ആ വന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് എടുപ്പിക്കാനും നിങ്ങൾ പഠിക്കണം. ഇത് രണ്ടും കൂടി പ്രോപ്പറായിട്ട് വരുമ്പോഴാണ് ആ ബിസിനസ്, ഒരു ബിസിനസ്സുകാരൻ്റെ തലയിൽ വേണ്ട. സ്മോൾ ബിസിനസ് ചെയ്യുന്ന വലിയ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അവർക്ക് പല പല രീതിയിലൊക്കെ ഫണ്ട് റൈസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഒരു സ്മോൾ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിൽ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രയാസപ്പെടും. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമറെ കൊണ്ടുവരാം, എങ്ങനെ അവരെ കൊണ്ട് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ എടുപ്പിക്കാം, ഒരു പാൻറ് എടുക്കാൻ വന്ന ആളെ കൊണ്ട് എങ്ങനെ ഒരു ഷർട്ടും കൂടി എടുപ്പിക്കാം, എന്തും ആയിക്കോട്ടെ. ഒരു ലേഡീസ് ബാഗിൻ്റെ ഷോപ്പാണെങ്കിൽ ലേഡീസ് ബാഗ് എടുക്കാൻ വന്ന ആളെ കൊണ്ട് വേറെ എന്തെങ്കിലും കൂടി എങ്ങനെ എടുപ്പിക്കാം, മൊബൈൽ ഫോൺ എടുക്കാൻ വന്ന ആളുകൾ കൊണ്ട് എങ്ങനെ ആക്സസറീസ് എടുപ്പിക്കാം, ആക്സസറി മാത്രം എടുക്കാൻ വന്ന ആളെ കൊണ്ട് എങ്ങനെ കൂടുതലായിട്ട് പറയാമെന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വേറെ ഒന്നുമല്ല, ചോദിക്കുക. ജസ്റ്റ് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക, ഇതും കൂടെ വേണോ എന്ന് ജസ്റ്റ് ചോദിച്ചാൽ മാത്രം മതി. എന്താ അവിടെ സംഭവിക്കാൻ പോകണം? നമുക്ക് യാതൊരുവിധ നഷ്ടമില്ല. 100 പേര് വരാൻ നേരത്തെ എല്ലാ കസ്റ്റമറോടും ചോദിക്കുക, ഇന്നതിൻ്റെ കൂടെ ഇതും കൂടി എടുക്കട്ടെ. ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു മൊബൈൽ ഷോപ്പാണെന്ന് സങ്കല്പിക്കുക. മൊബൈൽ എടുക്കാൻ വരുന്ന ആളുകളുടെ അടുത്ത് അവർ ചിലപ്പോൾ ചോദിക്കും അതിൻ്റെ ബാക്ക് കവർ ഉണ്ടോ. അപ്പോൾ സ്ക്രീൻ ഗാർഡും കൂടി, രണ്ടും കൂടി നമ്മൾ ചോദിക്കുക എന്നുള്ളത്. സ്ക്രീൻ ഗാർഡ് മാത്രം മതി എന്നുള്ള, അപ്പോൾ ബാക്ക് കവറും കൂടി വേണോ? അപ്പോൾ വേണോ ആ ചോദിക്കുക എന്നുള്ള ആ സംഗതി അവിടെ നടക്കണം. കസ്റ്റമർക്ക് വേണമെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്നുള്ള രീതി നമുക്ക് പാടില്ല.
നമ്മളാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചോദിക്കുമ്പോഴാണ് അവിടെ സെയിൽ വരുന്നത്. 100 പേര് വന്നാൽ 100 പേരോടും ചോദിക്കുക. ഒരാളെ പോലും മിസ്സാവാതെ ചോദിക്കാൻ നേരത്താണ് അതിലൊരു 10 പേര് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഇൻക്രീസ് അല്ലേ അവിടെ നടക്കുന്നത് സെയിലിൽ. അത് ടോട്ടൽ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ മാസ വരുമാനത്തിൽ ഒരു ഡിഫറൻസ് അവിടെ സംഭവിച്ചില്ലേ. വലിയൊരു മാറ്റമൊന്നും അവിടെ ഉണ്ടാകുന്നില്ലെങ്കിലും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് ജസ്റ്റ് ചോദിക്കുക എന്ന ആ സംഗതി അവിടെ നടന്നതുകൊണ്ട് വേറെ ഒരു നഷ്ടവും നമുക്ക് അവിടെ സംഭവിച്ചിട്ടില്ല. 2, 3, 4 സെക്കൻഡ് മാത്രമാണ് നമുക്ക് അവിടെ നഷ്ടമാവുന്നുള്ളൂ. നഷ്ടം എന്ന് പറയാനില്ല, കാരണം ഇവിടെ ലാഭമായിട്ട് വരെയുള്ളൂ. അപ്പോൾ ആ ചോദിക്കുക എന്ന പ്രോസസ്സ് നടക്കണം. കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്നല്ല, സെയിൽസിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ പറയണം, ചോദിക്കണം, എടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പ്രോപ്പറായിട്ട്, ഇത് രണ്ടും കൂടി ഒരേ റൂട്ടിൽ പോകുമ്പോഴാണ് ആ ബിസിനസ് പ്രോപ്പറായിട്ട് വളരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.